ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഓണിയൻ ബ്ലൂം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നല്ല സ്റ്റൈലാണ്, കാണാനും നല്ല സ്റ്റൈലാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇതുകൊണ്ട് ആണ് ഇന്നത്തെ ചായക്കടി ഉണ്ടാക്കുന്നത്. ഇതിൽ മൂന്ന് കടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതൽ വേണ്ടിക്കാൻ കൂടുതൽ എടുക്കാം. ഇതെന്താ വേണ്ടതെന്ന്, ഈ സവോളയുടെ ബാക്ക് മാത്രം ഇങ്ങനെ അരിഞ്ഞാൽ മതി. പിന്നെ മുൻപിലത്തെ ഭാഗം കുറച്ച് മാത്രം, നല്ലോണം ആക്കണ്ട, കുറച്ച് മാത്രം. ഇത് കഴിയതാണ്, അതുകൊണ്ട് വൃത്തിയിടൊന്നും ഉണ്ടാവില്ല. കുറച്ച് മാത്രം ഇത് ഇങ്ങനെ മുറിച്ചിട്ട് ഇതിന് നന്നായിട്ട് കത്തി ഉള്ളിലിറങ്ങുന്ന മാതിരി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. നാല് ഭാഗവും ഇങ്ങനെയാക്കുക. അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് ഇതാക്കണം. ഇത് ഇങ്ങനെ ബ്ലൂം ചെയ്തിട്ട് വരുന്ന മാതിരി, വിരിയുന്ന മാതിരി ആയിരിക്കണം ഈ സവോള തിരിച്ച് വെച്ചാൽ. വിട്ടു പോകാൻ പാടില്ല, അതിൽ വിട്ടു പോകാണ്ട് മുറിച്ച് ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നന്നായിട്ട് അതിലായിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ഫില്ലിങ്സ് എല്ലാം വരേണ്ടത്. അതുപോലെ ഇത് മൂന്നും അതുപോലെ ചെയ്യാം. മൂന്നല്ല, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഇതിങ്ങനെ മൂന്നും ഇങ്ങനെ ശരിയാക്കി വെക്കുക. ഇത് ഒരു 3/4 ഗ്ലാസ് പാല് ഇതിൽ ഒഴിക്കുക. ഇതിൽ ഒരു മുട്ട, ഒരു ടേബിൾ സ്പൂൺ മൈദ, നന്നായിട്ട് കട്ടയും മുട്ടയൊന്നും ഇല്ലാതെ കണ്ട് നന്നായിട്ട് ചേർക്കണം. ഇത് ഒരു 2 കപ്പ് മൈദയുണ്ട്. ഇതിൽ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഇത് റെഡിയായി. ഇതെല്ലാം കൂടി നന്നായിട്ട് എല്ലാ ഭാഗത്തും മിക്സായിട്ട്, ഉപ്പും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. അതിന് ശേഷം ഈ സവോള നമുക്ക് ഇങ്ങനെ വിടർത്തിയിട്ട് ഇതിൻ്റെ ഈ മുട്ടേൻ്റെ പാലിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇത് ഈ പൊടിയിൽ വെച്ചിട്ട് വിടർത്തിയിട്ട് ഈ പൊടി, മൈദപ്പൊടി നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം ആവണം. ഒന്നും കൂടി മുട്ടേൻ്റെ വെള്ളയിലിട്ടിട്ട് അങ്ങനെ മുക്കിയെടുത്തിട്ട് പിന്നെയും മൈദൻ്റെ ഇതിൽ
ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ആവണം, മിക്സ് നന്നായിട്ടാവണം. ഒന്നും കൂടി ഇതിലിട്ടിട്ട് ഇത് നന്നായിട്ട് വിരിഞ്ഞ് വരുന്ന മാതിരി ഒരിക്കലും കൂടി ഇങ്ങനെ ഇട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം മനസ്സിലാക്കി പിന്നെയും ഇത് ഒന്നും കൂടി മൈദയിൽ മൈദ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം ആവണം. 3 ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. താഴെ വെച്ചാൽ മതി. 1 മണിക്കൂർ വെക്കണം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിങ്ങനെ കമഴ്ത്തിയിട്ട് നല്ലെണ്ണ എണ്ണയിലിടുക. നല്ലോണം മുരിഞ്ഞാൽ ഒന്നും കൂടി തിരിച്ചിടുക. ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് വെക്കുക. ഇത് 1 by 1 ആയിട്ട് ഇങ്ങനെ ഇട്ട് നന്നായിട്ട് മുരിച്ചിട്ടെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. ഇതിൻ്റെ കൂടെ വേണ്ടിയിട്ട് കുറച്ച് കച്ചപ്പോ ഇതും കൂട്ടി കഴിക്കുകയും ചെയ്യാം. ഇതിന് കോരിയെടുക്കുക. നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഷാർപ്പ് കത്തി വേണം. നന്നായിട്ട് നേർഗണയാക്കിയിട്ട് ഇതായി കഴിഞ്ഞാൽ പൊട്ടിക്കാതെ വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും. നല്ല അടിപൊളി സാധനമാണ്. അതിൻ്റെ കൂടെ വേണ്ടിയെങ്കിൽ ഇതും കെച്ചപ്പോ ഇതും കൂട്ടി കഴിക്കുകയും ചെയ്യും. ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിലാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. സീ യു അഗെയിൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.